ഈ പറഞ്ഞ പോലെ ബാബുരാജും എല്ലാവരോടും വളരെ നന്നായിട്ട് നിന്നിരുന്ന അവിടെ വലിപ്പ ചെറുപ്പം ബാബുരാജൻ ഉണ്ടായിരുന്നില്ല അന്ന്. ആ നമുക്കറിയാലോ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ എല്ലാവരെയും വിളിക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു, വിളിച്ചിട്ട് സംസാരിക്കുക എന്താ നമുക്ക് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ബാബുരാജൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്ത്രീകൾ വരട്ടെ എന്നുള്ള എല്ലാവരും തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇവര് വരുന്നത്. ഇവര് വന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അടിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടായിപ്പോയി. ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. ഞാൻ സ്ട്രോങ്ങേ ആയിരുന്നില്ല ആദ്യം, ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. എന്തായാലും എന്തേലും പറഞ്ഞാൽ കരയെന്നല്ലാതെ മറുപടി പറയാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മളുടെ അനുഭവമാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നതും എല്ലാം. അങ്ങനെ ഓരോ അനുഭവം വരുമ്പോൾ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ തകർക്കാൻ പറ്റില്ല. അതെ. 12 വയസ്സിലൊരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത്. ആ സമയത്തൊക്കെ ഒരുപാട് എനിക്ക് എന്റെ ആങ്ങളെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ അമ്മമാരും അച്ഛന്മാരും വിചാരിക്കുക നമ്മളെ കുട്ടികൾ തെറ്റിയില്ല. അവിടെയാണ് പ്രശ്നം. അവരെ ശ്രദ്ധിക്കുകയില്ല കുട്ടികളെ. കുട്ടികൾ വാതിലടച്ചിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കില്ല. ഇപ്പൊ എന്റെ മോന്റെ കുട്ടികളെയൊക്കെ അവർക്ക് വഴക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കട. എന്തോ ഒരു വെറുതെ വെച്ചിട്ട് അതിനൊരു ഭയങ്കര സങ്കടത്തിൽ. അപ്പൊ ഞാൻ പറയും അങ്ങനെ ആവരുത്, കാരണം കുറച്ചൊക്കെ വഴക്ക് കേൾക്കണം, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. പല കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന പോലും അതാണ്. അവർക്കത് വലിയൊരു പ്രശ്നമായി തോന്നുകയാണ് വീട്ടിൽ നിന്ന് വഴക്ക് പറയാന്ന് പറഞ്ഞാൽ. റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്തല്ലേ ചേച്ചി ആ സ്റ്റോറി എഴുതിയത്. ഈ ഡ്രഗ്സിന്റെ യൂസ് ആണെങ്കിലും പിള്ളേർ അതിന്റെ പേരിൽ വഴിതെറ്റി പോകുന്ന, അപ്പൊ ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിഷമത്തെയാണല്ലോ അത് പോർട്രേ ചെയ്ത് പോകുന്നത്. പിന്നെ എല്ലാ അമ്മമാരും അച്ഛന്മാരും വിചാരിക്കുക നമ്മളെ കുട്ടികൾ തെറ്റിയില്ല. അവിടെയാണ് പ്രശ്നം. അവരെ ശ്രദ്ധിക്കുകയില്ല കുട്ടികളെ. കുട്ടികൾ വാതിലടച്ചിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം നഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സ്ഥലത്തും 1-2 കുട്ടികളുണ്ടാവും. അവരെല്ലാരും മൊബൈലിൽ നോക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കാവും. അപ്പൊ ഇവര് മറ്റൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ വഴക്ക് പറയുക പോലും ചെയ്യില്ല. വഴക്ക് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര നാണക്കേടാ. ഇപ്പൊ എന്റെ മോന്റെ കുട്ടികളെയൊക്കെ അവർക്ക് വഴക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കട. എന്തോ ഒരു വെറുതെ വെച്ചിട്ട് അതിനൊരു ഭയങ്കര സങ്കടത്തിൽ. അപ്പൊ ഞാൻ പറയും അങ്ങനെ ആവരുത്, കാരണം കുറച്ചൊക്കെ വഴക്ക് കേൾക്കണം, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. പല കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന പോലും അതാണ്. അവർക്കത് വലിയൊരു പ്രശ്നമായി തോന്നുകയാണ് വീട്ടിൽ നിന്ന് വഴക്ക് പറയാന്ന് പറഞ്ഞാൽ. ഞങ്ങളൊക്കെ എത്ര വഴക്ക് കേട്ടിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നും അത് ഒരാൾ വഴക്ക് പറഞ്ഞാലും പെട്ടെന്ന് അത് ഏൽക്കില്ല, വിഷമം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ്. കാരണം കുട്ടികളായിട്ടല്ല അവരെ കാണുന്നത്, അഡൽട്സ് ആയിട്ട് അതുപോലെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അയ്യോ അവർക്ക് വിഷമാവും, അവർക്ക് ആൾക്കാരെ മുമ്പിലിട്ട് അങ്ങനെയാണ് കുട്ടികളോടുള്ള പെരുമാറ്റം തന്നെ. അപ്പൊ അത് ദോഷം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒരു പരിധി വരെ ദോഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഗ്രോത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷനേക്കാൾ കൂടുതൽ ഈ ഡ്രഗ്സിന് കുറച്ചും കൂടെ ഇതിന്റെ തൊട്ട് മുന്നത്തെ തലമുറയിലെ കുട്ടികളാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുന്ന അതുണ്ട്. സ്കൂളുകളിൽ ചെറിയ കുട്ടികള്, നമ്മള് ഒരു 4 വയസ്സോ 4 പഠിക്കുന്ന കുട്ടി ഏതോ സൈക്കിൾ എടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടതാണ്. അതൊക്കെ ഇപ്പോഴത്തെ പോലെ ഒന്നും പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മദ്യവും മയക്കുമരുന്നും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മയക്കുമരുന്ന് കഴിക്കണത് ഒരാൾക്ക് അറിയാൻ പറ്റില്ല. മദ്യമാണെങ്കിൽ അതിന്റെ സ്മെല്ല് വരും, അല്ലെങ്കിൽ ഒന്ന് ആടും, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥലം വേണം, ഇരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം വേണം, ഇതൊക്കെ ഉണ്ടല്ലോ. മയക്കുമരുന്നിൽ അങ്ങനെയൊന്നുമില്ല. കുട്ടികളെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഏത് ഫോമിലേക്കും ആക്കാം മയക്കുമരുന്ന്. അതെ അതിന്റെ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറിയില്ലേ അത് ചേച്ചിയുടെ മൈൻഡിലേക്ക് വരുന്ന ഇതിങ്ങനെ പോർട്രേ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോ ചേച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത് നെഗറ്റീവ് ആകുമോ എന്ന് വെച്ചാൽ ഡ്രഗ്സ് കുറച്ച് സെൻസിറ്റീവ് വിഷയമാണല്ലോ, ഇതെങ്ങനെ ഞാൻ ആൾക്കാർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ പോർട്രേ ചെയ്യും, അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ചേച്ചിയുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്? അത് ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം അത് കഴിക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതോ ആയിട്ട് ലഹരിയിലേക്ക് പോകുന്ന സാധനം ഞാൻ ചെയ്തിട്ടില്ല.
മനസ്സിലായില്ലേ? അതിലൊരു പ്രസൻസും അതൊരു കാണിക്കുന്നില്ല. എപ്പോഴും എല്ലാ സിനിമയിലാണെങ്കിലും എവിടെയും നമ്മൾ അതിന്റെ ഒരു നല്ല അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ലഹരിയുടെ ഇത് കാണിക്കും. അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ അതിന് ശേഷമുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളത്. ഞാൻ സൂക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെ, അതാ ഞാൻ ചോദിച്ചത്. ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആണല്ലോ. നമ്മൾ അതിനെപ്പറ്റി ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഇപ്പൊ എല്ലാ സിനിമയിലും ഇത് കാണിക്കുന്നുണ്ട്, താഴെ എഴുതിയും കാണിക്കുമല്ലോ, യൂസിങ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് കൺസംഷൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ചേച്ചിയുടെ ആ ഒരു ഷോർട്ട് ഫിലിമില് ഇത് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ചുറ്റുമുള്ളവർ ഇല്ല, അതാ പറഞ്ഞേ, അത് ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന ട്രോമ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് മഴവിൽ മനോരമയിലാണല്ലോ റിലീസ് ചെയ്തത്. അതെ, കുറെ നല്ല കമന്റ്സ് കണ്ടു ഞാൻ അതിന്റെ ഇടയിൽ. വളരെ എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണെന്നുള്ളത്. അതെ, ഇത് എത്ര നാൾ മുന്നേ ചേച്ചി എഴുതി? ശരിക്കും ഞാനൊരു 6 മാസം മുന്നേ എഴുതിയത്. അത്രേ ആയുള്ളൂ? 6 മാസം കൊണ്ട് എഴുതി ഡയറക്ഷൻ കഴിഞ്ഞ് ഔട്ട് ബാക്കി. കാരണം കുഞ്ഞിക്കഥയല്ലേ ആണ്. പക്ഷെ അത് ഇപ്പൊ നമ്മളൊരു 23 മിനിറ്റ്സിന്റെ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞാൻ എഴുതുമ്പോ എനിക്ക് എപ്പോഴും തുടക്കവും അവസാനവും എനിക്ക് ആദ്യം കിട്ടും മനസ്സിൽ. അപ്പൊ നമുക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റും. പിന്നെ സീൻസ് ഉണ്ടാക്കാനാണ്. അവസാന ക്ലൈമാക്സ് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടും എന്റെ മനസ്സിൽ. അങ്ങനെ അവസാനിക്കണം എന്നുള്ളത്, പിന്നെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതെ, പിന്നെ അതിന്റെ കറക്റ്റ് ചെയ്ത ഓരോ സീൻസും. അതെ, ഇപ്പൊ എനിക്ക് സാങ്കേതിക വശങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് അറിയണ്ടാവില്ല. എനിക്ക് വേണ്ട ഷോട്ടുകൾ എന്താന്ന് ഞാൻ എഴുതി വെക്കുക എന്നുള്ള. പിന്നെ ക്യാമറാമാൻ ഉണ്ടാവും, കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടാവും. കാസ്റ്റിംഗ് എങ്ങനെയാ ചേച്ചി ചെയ്തേ? അത് ഞാൻ ആദ്യം തന്നെ ഒരു ദിൽഷയെ പോലെ ഒരു കുട്ടി തന്നെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആദ്യം ഇതുപോലത്തെ ഒരു ബ്ലോഗർ ആയിരുന്നു എന്റെ മനസ്സിൽ. ആ കുട്ടിയെ ഞാൻ വിളിച്ച സമയത്ത് അവള് ഇല്ല, സ്ഥലത്തില്ല, പുറത്തെവിടെയാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരാളെന്നെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് ദിൽഷയെ ഒരു ദിവസം ഇവിടെ വെച്ച് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദിൽഷയോട് ചോദിക്കാൻ, അവൾ റോ ചേച്ചി ഞാൻ ചെയ്യാം. കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര പെക്യുലർ ആയിട്ട് എല്ലാം ഭയങ്കര ദിൽഷ നന്നായി ചെയ്തു. ആ ഒരു എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് എല്ലാം വ്ളോഗിലൂടെ എടുത്ത് സൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് നല്ല അതിന് പറഞ്ഞ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ഓരോ എല്ലാം ഇതാണെങ്കിലും. ഇനി നമുക്ക് ചേച്ചിയുടെ ഒരു സിനിമ കാണാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ ഇനി മമ്മൂക്കയുടെ പദയാത്ര അല്ല ഡയറക്ഷൻ സിനിമ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഒരു അടിപൊളി എഴുതുമ്പോ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളതാണ് എനിക്ക് വരുന്നുള്ളൂ. മനസ്സിൽ വരുന്ന എപ്പോഴും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥകളാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ചാൻസസ് വരണമല്ലോ, പ്രൊഡ്യൂസർ വരണമല്ലോ. പക്ഷെ ചേച്ചിക്കാണ് വേണമെങ്കിൽ ഇനിയിപ്പോ റിട്ടൺ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡയറക്ടഡ് ബൈ അത് അത്രയും വലിയൊരു കപ്പാസിറ്റി ഒന്നും ഇപ്പൊ എല്ലാമായി. ഞാനൊരു ഒന്ന് ചെയ്തു നോക്കിയതാ. പിന്നെ എന്താ ആത്മാന്ന് പറഞ്ഞൊരു സീരിയല് കൈരളി വന്ന സമയത്ത്, അതോടെ ഞാൻ വീട് വാങ്ങാൻ വെച്ച പൈസ ഇരുന്നത് പെട്ടെന്ന് തന്നെയാന്ന്. അയ്യോ വേണ്ടേ. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ നമ്മളെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരും. നമ്മളുടെ ചില വാശികള് ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കും. ഒരു പ്രൊഡ്യൂസറുടെ എന്താണെന്നുള്ളത് അറിയും. ഒരുപാട് മാറ്റം വരും. ഒരിക്കലെങ്കിലും അത് ചെറിയതെങ്കിലും ഷോർട്ട് ഫിലിമിലേക്കും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാ. ചേച്ചി അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇതിനു മുന്നേ ചേച്ചി തന്നെ കുറച്ച് ഇന്റർവ്യൂസിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 2-3 സിനിമകളിൽ നിന്ന് ചേച്ചിക്ക് ബിക്കോസ് ഓഫ് എന്തൊക്കെയോ സർക്കംസ്റ്റൻസസ് ഇറങ്ങി പോരണ്ട വന്നിട്ടുണ്ട്. അതൊന്നും ഇനി പറയണ്ട, പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ അത് ഇതായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ചേച്ചി ഒരു ഡയറക്ടർ ആയി അതിനുശേഷം ചെയ്തിട്ടില്ല, അതൊക്കെ മുന്നെയാണ്. മുന്നേ ആണ്. ഇപ്പോഴാണെങ്കിൽ അതാണ് ചോദിച്ചത്. അതിപ്പോ നമുക്കൊരു ഇപ്പൊ ചേച്ചി ഒരു ഡയറക്ഷൻ ഫീൽഡിലേക്ക് വന്നപ്പോ ചേച്ചിയുടെ സെറ്റിൽ നിന്ന് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇറങ്ങിപ്പോയാൽ ചേച്ചി അതൊരു ഇപ്പൊ ചിന്തിക്കുമ്പോ അത് വേണ്ടിയിരുന്നില്ല. അല്ല, അവര് ഇറങ്ങിപ്പോയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആർട്ടിസ്റ്റുകളുടെ മനസ്സെപ്പോഴും വേറെ രീതിയിലായിരിക്കും, പെട്ടെന്നായിരിക്കും റിയാക്ഷൻ വരുന്നതൊക്കെ. അപ്പോ നമ്മളെ പെരുമാറ്റത്തിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോക്കും. അതായത് നമുക്ക് സെറ്റിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഇൻസിഡൻസ് കൊണ്ടാണ് ആക്ടേഴ്സിന് അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക അനുഭവങ്ങള്. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ വരാം. അതുകൊണ്ടാണ് ചേച്ചി ഒരു 3ഓളം സിനിമകളിൽ നിന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനത്. അല്ല, രണ്ട് സിനിമകളിൽ നിന്ന്. അത് ഈ പറയുന്ന പോലത്തെ സാഹചര്യങ്ങൾ കൊറേ മുന്നെയാണ്. അതെ, കൊറേ വർഷത്തെ മുന്നേയുള്ള കഥകളാണ്. അന്നൊന്നും നമുക്ക് ഇതിനെപ്പറ്റി സീരിയസ്നെസ് ഒന്നും ഇല്ല. സിനിമ എന്താ, നമ്മള് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ പോകുക എന്നുള്ളൊരു, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിൽക്കില്ല എന്നൊക്കെ പറയണ ഈ പിടിവാശി അന്നുണ്ടായിരുന്നു. ഇപ്പോ നമ്മളൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ നമ്മളെ മുമ്പില്.
അപ്പൊ ഇനിയൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ. നമുക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഡയറക്ടർ പെർസ്പെക്റ്റീവും കൂടെ ചേച്ചിക്ക് കിട്ടി എത്രത്തോളം അല്ലേ, എന്നാ ഒരു ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോ ഒരു റൈറ്ററിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോ സിനിമയുടെ പ്രൊഡ്യൂസറുടെയും. അതെ അതെ. കാരണം ആര് ചെയ്താലും അത് ചെന്നെത്തുന്ന പ്രൊഡ്യൂസറിലേക്കാണ്. നഷ്ടം വരുന്നത് എപ്പോഴും പ്രൊഡ്യൂസർക്കാണ്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്ന ജേർണി എനിക്ക് തോന്നുന്നു ചേച്ചി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷം, കാരണം ഒരു 16, 17, 18 വയസ്സിലല്ലേ സിനിമയിൽ ആദ്യമായിട്ട്? 12 വയസ്സിലൊന്നും. 12 വയസ്സ്. അത് അത്രയും ചെറിയ പ്രായത്തില് എത്ര വർഷങ്ങളായി ഞാനിങ്ങനെ സിനിമ നോക്കുന്നത്. നമ്മൾ കണ്ടേക്കുന്ന കുറെ ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ പട്ടാളം പോലെയൊക്കെ കുറെ സിനിമകള് ഞങ്ങളുടെ ജനറേഷനിലുള്ളവർക്ക് കുറച്ചും കൂടെ പരിചയമുള്ള മൂവീസ് അതൊക്കെയാ. പക്ഷെ പഴയ സിനിമകളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് സ്ക്രോൾ ചെയ്തിട്ട് തീരുന്നില്ല. 1970s ഞാൻ പറയണേ, ഞാൻ 2000 മുതലുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ 70s മുതൽ 2000 വരെ അമ്മ റോള് ചെയ്യാൻ മടിയായിരുന്നു പലർക്കും. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ അമ്മ റോള് ചെയ്തല്ലോ. അപ്പൊ അമ്മ റോള് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഞങ്ങളൊക്കെയാണ് അമ്മ റോള് നരയൊക്കെ ഇട്ടിട്ട് ചെയ്ത് വന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാ ഒരു ഇപ്പത്തെ സിനിമയിൽ തന്നെ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരു തെരുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് പറ്റുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. മേക്കപ്പ് ഇട്ട് മാറ്റുന്നൊന്നുമില്ല. അതിന് പറ്റുന്ന നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുന്ന പോലെ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വയസ്സാക്കുന്ന ഒരു അയ്യോ നര വെച്ചിട്ടും പിന്നെ ഇവിടെയൊക്കെ കറുപ്പിച്ചിട്ടും നമ്മളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മോശമാക്കും. ഇപ്പൊ അങ്ങനെ മേക്കപ്പ് വളരെ കുറവല്ലേ. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാരെയാണ് ഇപ്പൊ സെലക്ട് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് തന്നെ പല ആർട്ടിസ്റ്റുകൾക്കും സിനിമ കുറയുന്നതും. കാരണം അങ്ങനത്തെ ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. ഒരു കഥ വന്നു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യണം. അപ്പൊ ആർട്ടിസ്റ്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന ചാൻസസ് കുറയും ചേച്ചി വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും കുറയും. അതിന് പരാതി പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷെ ചേച്ചിക്ക് ഒത്തിരി അമ്മ ക്യാരക്ടേഴ്സ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്, സിസ്റ്റർ ക്യാരക്ടേഴ്സ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്, ഭാര്യ ക്യാരക്ടർ ചെയ്ത് ഇനിയിപ്പോ എന്തിന്റെ ബേസിലാണ് ചേച്ചിക്കൊക്കെ ഈ പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്? അത് എനിക്ക് തോന്നണത് ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിനും കൂടെ ഉണ്ട് ഒരു പരിധി വരെ. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ് വന്നാൽ പിന്നെ ആൾക്കാരെ വിളിക്കുക പോലും ഇല്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് സിനിമയിൽ വളരെ കുറവാണ്. കണക്ഷൻ ഉണ്ട്, നല്ലതും ഇങ്ങനെ അതൊരു സൗഹൃദമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വിളിയും പറിച്ചത് വളരെ കുറച്ച് ആൾക്കാരായിട്ട് എനിക്കുള്ളൂ. അത് നമുക്ക് ഒരു ഗുണമില്ലാത്ത ആൾക്കാരായിരിക്കും വിളിക്കുന്നതും പറയുന്നതും ഒക്കെ. മറ്റ് ചിലരൊന്നും അങ്ങനെയല്ല. സംവിധായകരെ വിളിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നടന്മാരാണെങ്കിൽ തന്നെ അവരെ വിളിച്ചിട്ട് അവർ ചെയ്ത റോളുകളെ പറ്റി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം എനിക്ക് ആ സിനിമ അല്ലെങ്കിൽ സീരിയലോ എന്തായാലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ വീട്ടമ്മയാ. പിന്നെ ഞാനത് മറന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. പിന്നെ അടുത്തത് വരണം, അടുത്തത് വന്നതിന് വിളിച്ചാ പോവും, അത്രേ ഉള്ളൂ. ഈ ഇതുപോലെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് വിളിച്ച് ചാൻസ് ചോദിക്കുന്നതിനോട് ചേച്ചിയുടെ ഒപ്പീനിയൻ, ചേച്ചി അങ്ങനെ ചെയ്യാൻ ഓക്കെ ആണോ? അതായത് എനിക്ക് ഇന്ന മൂവിയിൽ ഒരു ചാൻസ് ചെയ്യില്ല ആണോ? പക്ഷെ ചിലരൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് വല്ല പറയുന്നത് എനിക്കത് പറ്റുന്നില്ല. അത് നമ്മളൊരു ക്യാരക്ടറിന്റെ ഇതാണ് ചേച്ചി പറയുന്നത്. പിന്നെ ചോദിച്ചു വന്നത് ഇത്രയും മൂവീസ് ചേച്ചി ചെയ്തു, ഈ പറഞ്ഞ പോലെ 12 വയസ്സിൽ വന്നതാണ്. എനിക്ക് ചേച്ചി നമ്മള് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ചപ്പോ പറഞ്ഞു മലബാർ ഏരിയ ആണ് ചേച്ചിയുടെ വീട്, നിലമ്പൂരാണ്. അതെ. അപ്പൊ ഈ മലബാർ സൈഡിൽ നിന്ന് ഇപ്പൊ നമ്മള് നോർമലി ചേച്ചി ഒരു മുസ്ലിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇനി 12 വയസ്സിൽ ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത്. ആ സമയത്തൊക്കെ ഒരുപാട് എനിക്ക് എന്റെ ആങ്ങളേന്റെ അടുത്ത് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇളയമ്മ നിലമ്പൂർ ആയിഷ ആണ് എന്നെ കൊണ്ടുവന്നത്. പുള്ളിക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത് സിനിമയിലൊക്കെ. അപ്പൊ പിന്നെ ആ ഒരു ഇളയമ്മയാണ് എന്നെ ഇറക്കിയത്. എനിക്ക് ഒരുപാട് ഇതുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു കുടുംബത്തിലൊക്കെ. ഈ 12 വയസ്സുകാരിയായ സീനത്തിന് എവിടെ നിന്നാണ് ഈ സിനിമാ മോഹം വന്നത്? ഞങ്ങള് കുട്ടിക്കാലത്ത് തന്നെ കളിക്കുമ്പോൾ സ്റ്റേജ് കെട്ടിയിട്ട് നാടകം കളിക്കുക എന്നുള്ള ഞങ്ങള് കലാപരമായിട്ടുള്ള കുടുംബമാണ് ഞങ്ങളുടെ. അമ്മാവനാണെങ്കിലും ഇളയമ്മയാണെങ്കിലും ഒക്കെ. എൻ്റെ ഉമ്മ അങ്ങനെ ഉമ്മാനെ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങൂലായിരുന്നു. പിന്നെ അപ്പോൾ അല്ലാത്ത മറ്റുള്ളവരൊക്കെ കലാപരമായിട്ട് താല്പര്യമുള്ളവരും നാടകം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഓർത്തഡോക്സ് അല്ല. ഒന്നാമത് ഇടതുപക്ഷ ചായയുള്ള ആൾക്കാരാണ് മൊത്തം. അപ്പൊ അതിൽ വ്യത്യാസം ഉണ്ടാവും, അന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കുട്ടികളൊക്കെ ചോറും കൂട്ടാനും വെച്ച് കളിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ കളിക്കുന്നത് സ്റ്റേജ് കെട്ടി നാടകം കളിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇളയമ്മയ്ക്ക് ഇത് തോന്നുന്നു, നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോന്ന് ചോദിക്കുന്നതും അങ്ങനെയാണ് ഞാൻ വരുന്നത്. എങ്ങനെ കൺവിൻസ് ചെയ്തു വീട്ടുകാരെ?
അല്ല വലിയ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ. ഭയങ്കര അടിയൊക്കെ കിട്ടി. പിന്നെ ആങ്ങള അവിടെ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞതാ ഇതൊക്കെ. പിന്നെയും പിന്നെയും പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് കേട്ട് ബോറടിക്കും. ഒരിക്കൽ ആങ്ങളില്ലാത്ത സമയത്ത് ആ. പിന്നെ ഒരു അമേച്ചർ നാടകം ഇതുപോലെ കളിക്കുന്നു. ആ. ആങ്ങള വരുന്നു. ആങ്ങള ദൂരം നിന്ന് ഇത് കാണുന്നു. എനിക്ക് കുറെ അടി കിട്ടി. അടി കിട്ടുന്ന സമയത്ത് ഞാൻ ഓരോ അടിക്കും പറയും എനിക്ക് അഭിനയിക്കണം എന്ന്. അപ്പൊ പിന്നെ അവൻ പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയോട് ചോദിക്കണം എന്ന് വിചാരിച്ചെന്താ പറയാ, 12 വയസ്സിലൊക്കെ നമുക്ക് എവിടുന്ന ഈ ഗട്സ് എന്ന് വെച്ചാൽ ഒരു 18 വയസ്സിലൊക്കെ നമുക്ക് അയ്യോ സ്ട്രോങ് ആയിട്ട്. അതൊന്നുമല്ല. ഇപ്പൊ എന്റെ മോന്റെ മകള്, അവള് ചെറിയ കുട്ടിയപ്പോ, അവള് 8 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹം. ഈ ജനറേഷൻ അല്ലേ ചേച്ചി, ഞാൻ പറയണ അന്ന് കാലത്ത് നമുക്കിങ്ങനെ നമ്മളിപ്പോ ചിലപ്പോ ഇങ്ങനെ പറയല്ലോ, ഒരു പെങ്കൊച്ചാവുമ്പോ ഒരടിയൊക്കെ കൊടുത്ത അവളോട് ഇരുന്നോളം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ അടി തരുമ്പോ നമ്മളെ രക്തത്തിൽ അലിഞ്ഞതായിരിക്കുന്നേ. അഭിനയിക്കണം എന്നുള്ള ഒരു മോഹം അത്ര. അതെ. ആങ്ങളയ്ക്ക് തീരെ ഇഷ്ടമാണ്. ആങ്ങളെ എന്ത് ചെയ്തു വെച്ചാല് എനിക്ക് കഥാപ്രസംഗം എഴുതുന്ന, പിന്നെ അങ്ങനെയാണ് ഈ കഥാപ്രസംഗം പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. എങ്ങനെയാലും എനിക്ക് കലാരംഗത്തേക്ക് വന്നാ മതി എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇവരിത് ഓക്കെ ആയേ? അല്ല പിന്നെ ആങ്ങളയ്ക്ക് മനസ്സിലായി എന്തായാലും പറഞ്ഞാ കേൾക്കുന്നില്ല, അടിച്ചിട്ടും നിൽക്കുന്നില്ല, പറഞ്ഞിട്ടും നിൽക്കുന്നില്ല. അപ്പൊ പിന്നെ ഇളയമാനോട് പറഞ്ഞു, ഇനി ഇതിന്ന് എന്തേ സംഭവിച്ചാൽ ഞാനല്ല ഉത്തരവാദി, നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, ഞാനല്ല. അങ്ങനെയാണ് വരുന്നത്. വന്നപ്പോ പിന്നെ അവനെ എനിക്ക് ഏട്ടനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഇഷ്ടം. ആ കുടുംബത്തിലുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും ഏട്ടൻ തന്നെ. എല്ലാവർക്കും യൂസ്ഡ് ആയി അല്ലെ? ഈ ചേച്ചീനെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്തെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം മോള് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ച ഇങ്ങനെ സ്റ്റാർ ആയി. അല്ല, ഉമ്മയൊന്നും സിനിമാ തിയേറ്ററിലൊന്നും വന്ന് കണ്ടിട്ടൊന്നുമില്ല. പിന്നീട് ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ സിനിമ ആ സമയത്തൊന്നും ഞങ്ങള് അങ്ങനെ തിയേറ്ററിൽ പോവാന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ടി വിയിലും ഒക്കെ ആയല്ലോ, അന്നതില്ല. അതുകൊണ്ട് ഉമ്മല്ല, ഞങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചർച്ചയൊന്നും വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചേച്ചിന്റെ അടുത്ത് ഇന്ന സിനിമ നല്ലതായിരുന്നു അങ്ങനൊന്നും വീട്ടിൽ നിന്ന് ആരും ഇപ്പൊ പറയും. ഇപ്പഴല്ല, ഞാൻ അന്ന്. ഇപ്പൊ പിന്നെ അത് ഒരു സിനിമ ചെയ്ത് പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. 92-ലാണ് പിന്നെ അഭിനയിച്ചത്. അപ്പോഴത്തേക്കൊക്കെ എല്ലാരും പറയാനൊക്കെ തുടങ്ങിയില്ലേ. ആ സമയത്ത് പിന്നെ ഒരു സിനിമ ചെയ്ത് പിന്നെ ഇല്ലല്ലോ. പിന്നെ അതിനെപ്പറ്റി ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അഭിനയിക്കുന്നു, എന്റെ വഴിക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. ആൾക്കാര് കുറെ നല്ല റെസ്പോൺസ് തിരിച്ചറിയാനൊക്കെ തുടങ്ങിയില്ലേ നാട്ടിലെ ആൾക്കാർ, ഇങ്ങനെ സിനിമാ നടിയാണ് എന്നുള്ളൊരു. പിന്നെ ചെറിയ വല്ല സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടാവുമ്പോ ആ പേരിലൊക്കെ സിനിമാ നടി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ നടി സീനത്ത് അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആ പേര് തന്നെ എടുത്ത് വായിക്കും. എന്റെ ഒരു ഡ്രീം അന്ന് ഞാൻ ഇതാക്കി എന്നുള്ളത് അല്ലെ. അല്ല, നമ്മളൊരു ലക്ഷ്യം എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ് എപ്പോഴും. പക്ഷെ നമ്മളെ മനസ്സിലിത് വേണം, അല്ലെങ്കിൽ എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റില്ല. അതന്നേ ഉണ്ട് മനസ്സിൽ. എവിടേക്കോ ഈ നാടകം, അതെ എഴുത്ത്, നാടകം, സിനിമ, ഈ ഒരു കലാരംഗം ആയതുകൊണ്ട് അത് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചേച്ചി എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു ഇൻസ്പയറിംഗ് ലേഡി ആയിട്ട് തോന്നുന്നു. ഇത്രയും എന്ന് വെച്ചാൽ ഇത്രയും ആ ഒരു ചെറിയ പ്രായം മുതലേ ഫൈറ്റ് ചെയ്തപ്പോ ചേച്ചിയുടെ ലൈഫിൽ എടുത്ത എല്ലാ ഡിസിഷൻസിലും ഞാൻ സ്ട്രോങ് ആയിട്ട് ഇനി എന്റെ ഡിസിഷൻസിൽ ഒന്നും ഞാൻ മാറ്റം വരുത്തില്ല എന്നൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ന് മുതലായിരിക്കും? അല്ല, അത് നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നത്. ഞാൻ സ്ട്രോങ്ങേ ആയിരുന്നില്ല ആദ്യം. ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. എന്തായാലും എന്തേലും പറഞ്ഞാൽ കരയാന്നല്ലാതെ മറുപടി പറയാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരിക്കൽ ഇതുപോലെ ഞാൻ എവിടെയോ ഇരുന്ന് സംസാരിക്കുമ്പോ അന്ന് മുരളിയേട്ടൻ ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുക, ഇങ്ങനെ ചോദിച്ചു ഭയങ്കരമായിട്ട് സംസാരിച്ചു. മുരളിയേട്ടൻ എന്നെ തന്നെ നോക്കി. ഞാൻ പറഞ്ഞു, എന്താ മുരളിയേട്ടൻ നോക്കുന്നത്? അല്ല, നീ ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് ചോദിച്ചു. നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. അപ്പൊ നമ്മളുടെ അനുഭവമാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നതും എല്ലാം. അങ്ങനെ ഓരോ അനുഭവം വരുമ്പോ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ തകർക്കാൻ പറ്റില്ല. ആണുങ്ങളെ പോലെയല്ല, മെന്റലി കുറച്ച് സമയം എടുക്കും, പക്ഷെ പിന്നെ അവരെ തകർക്കാൻ പറ്റില്ല. ആ ഒരു പോയിന്റിലാണ് ചേച്ചി. ഇനിയിപ്പൊ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും അതില് സ്ട്രോങ് ആണ്, ഇനി അതൊന്നും ബാധിക്കില്ല. പക്ഷെ പല ടൈപ്പ് ഓഫ് ക്രിറ്റിസിസംസ് ചേച്ചിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ചിലപ്പോ ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെങ്കിലും സിനിമയിൽ വന്നതിനെ തുടർന്നും ചിലപ്പോ ചേച്ചി പണ്ട് പറഞ്ഞ പേഴ്സണൽ ലൈഫിന്റെ ഇഷ്യൂസ് അതിനൊക്കെ പറ്റിയിട്ടാണെങ്കിലും ചേച്ചി ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചേച്ചി റിഗ്രറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചേച്ചിയുടെ ലൈഫിൽ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭയങ്കര വിഷമാവും. പിന്നെ നമ്മൾ ചെയ്ത കാര്യം ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. റിഗ്രറ്റ്സ് ഇല്ല, ചെയ്ത് ശരി തന്നെ ചിന്തിക്കുന്നു എല്ലാം.
ഒരു ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ എത്ര എല്ലാവരുടെ ജീവിതത്തിലും വിചാരിക്കും അന്ന് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു, ഇന്നാണെങ്കിൽ ഇപ്പൊ അങ്ങനെ. അതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് ശരിയായില്ല എന്നും ഇപ്പോഴാണെങ്കിൽ അങ്ങനെ അനുഭവത്തിൽ വന്നു പോയി. അത് കഴിഞ്ഞു. പക്ഷെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല നമ്മളെ ജീവിതം വരുന്നത്. അപ്പൊ എനിക്കിപ്പോ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, ഇപ്പൊ ഹസ്ബൻഡ് കോഴിക്കോടാണ്, മക്കള് രണ്ടുപേരും, ഒരാള് ബാംഗ്ലൂര്, ഒരാൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ഒറ്റയ്ക്കൊരു റൂമിൽ പോലും താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ. പേടിയായിരുന്നോ? ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ. കൂട്ടുകുടുംബമായിരുന്നല്ലോ ഞങ്ങളുടെയൊക്കെ. അപ്പൊ അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം ഉണ്ടായത്. പിന്നീട് ഒറ്റയ്ക്ക് ജീവിച്ചു, ഇപ്പൊ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു. ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് അവര്. അപ്പൊ അവര് വേറെ താമസിക്കുന്ന നല്ലതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എപ്പോഴും ആ സ്നേഹം ഉണ്ടാവും. അവരവരുടെ ജീവിതം എന്നാ എപ്പോഴും അവനിവിടെ വരും. ഇപ്പൊ ഇന്നലെ മോനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഒരു വിളിപ്പുറം അകലെയുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ശരി. കാരണം രണ്ട് രീതിയിലാണ് ആൾക്കാർ വളർന്നതൊക്കെ തന്നെ. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരായിട്ട് മാച്ച്, അവരുടെ തോട്ട് പ്രോസസ് ആയിട്ട് ചേച്ചി മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ? അതോ ഉണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിലവരങ്ങനെ പറയും. എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോ നമുക്ക് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇപ്പത്തെ കുട്ടികൾ. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും അവരുടെ കാര്യത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കേൾക്കുക എന്നുള്ളത്. ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ല. അപ്പൊ ചിലപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവര് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് വിട്ട് നിന്നാൽ അതല്ലേ നല്ലേ. ഈ സിനിമയിൽ എനിക്ക് ചോദിക്കാനാണെങ്കിൽ അഭിനയിക്കാത്ത നടന്മാരില്ല. എത്ര നമ്മള് സീനിയർ ആയിട്ട് മുതൽ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി നടന്മാരുടെ കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക, മോഹൻലാല്, ഇനി അവിടെ നിന്ന് താഴത്തേക്കാണ് നമുക്ക് പറയാനുള്ളത്. ഒത്തിരി നടന്മാരുടെ കൂടെ. പക്ഷെ അതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ചേച്ചി അഭിനയിച്ച കുറെ സീനിയർ ആക്ടേഴ്സ് ഒന്നും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതൊരു വിഷമമായ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനായിക്കോട്ടെ, ഇപ്പൊ സലീമേട്ടൻ, ഇപ്പൊ ഈ അടുത്ത തിലകൻ ചേട്ടനുണ്ട്. പറയാൻ നമുക്ക് ലിസ്റ്റ് എനിക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമുക്ക് അവരൊക്കെ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിൽ പറയുന്ന ചേച്ചിക്ക് ഒരു കുറച്ച് ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരു നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്ക്ഔട്ടായി എല്ലാവരുടെയും ഭരണം നമുക്ക് നരേന്ദ്രപ്രസാദ് ആണോ? കാരണം പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വിളിക്കുക ഉണ്ടായിരുന്നത് പ്രസാദ് ഏട്ടനെയാണ്. അതൊരു ഭയങ്കര ഒരു വിഷമായിരുന്നു ആ സമയത്ത്. ഇവരൊക്കെ ആയിട്ട് എങ്ങനെയാ ചേച്ചിക്കുണ്ട് ആ കാലഘട്ടത്തിലെ ഷൂട്ടിംഗ്, ആ കാലഘട്ടത്തിലെ നിങ്ങളെ ഒരു സെറ്റ്, ഇപ്പോഴത്തെ സെറ്റും അന്നത്തെ സെറ്റൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്, ഭയങ്കര വ്യത്യാസം. എങ്ങനെയാ അന്ന് ഞങ്ങള് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ലാലടക്കം വന്നിരുന്ന ചുറ്റും കസേരട്ട് അവിടെ വർക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് വല്ല മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും. കരവണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര മുകേഷൊക്കെ ഉണ്ടെങ്കിൽ കഥകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. അപ്പൊ അതാണ് ഷോട്ടിന് വിളിച്ചാൽ തന്നെ പോകാൻ മടിയ പലർക്കും, ഈ കഥകൾ കേൾക്കാനും ചിരിക്കാനും. അങ്ങനെ ഭയങ്കര സൗഹൃദമായിരുന്നു. ഇന്നും സൗഹൃദം ഉണ്ട്. ഏറ്റവും കൂടുതൽ സൗഹൃദത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ കുട്ടികൾ പരസ്പരം. പക്ഷെ അന്ന് വേറെ ആയിരുന്നു. ഈ ഒരു കാരവൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൊക്കേഷനിൽ ഒരു വേറെ തന്നെ ഒരു ഓളം ഉണ്ടായിരുന്നു. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ എല്ലാവരും ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ കയറി കാരവണിൽ പോയി ഇരുന്നു. അത് ഇന്ന് കാരവൺ വേണം താനും, കാരണം ഡ്രസ് ചേഞ്ചിനൊക്കെ എല്ലാ സ്ഥലത്തും മൊബൈലല്ലേ. അപ്പോ അത് ഡ്രസ് മാറ്റാനൊക്കെ അത് നല്ലതാണ്. പക്ഷെ ഈ വർക്ക് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ പോയിരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും കുറെ സമയം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ശീലമായിട്ടില്ല എന്നുള്ളതാണ് കാരവണില്. എനിക്ക് പുറത്തിരുന്ന ഇഷ്ടം. ഇരിക്കൂലെന്നല്ല, ഇരിക്കാറുണ്ട്, പക്ഷെ ഇഷ്ടം. അപ്പൊ അവരുടെ കൂടെയൊക്കെ ഓർമ്മകൾ അതാണ് എന്ന് വെച്ചാ ഈ പറഞ്ഞ പോലെ പഴയ നിങ്ങളെ ഒരു സെറ്റും ഇപ്പോഴത്തെ സെറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരായിട്ട് കുറെ കൂടെ മെമ്മറീസ് ഉണ്ട് ചേച്ചിക്ക് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളായിട്ട്. പെട്ടെന്ന് ഞാൻ ഇന്നസെന്റ് ഏട്ടൻ എന്ന് ചോദിക്കുമ്പോ ചേച്ചിക്ക് എന്താ മനസ്സിൽ? ഇന്നസെന്റ് ഏട്ടൻ ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് ഒരു നിങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ഫണ്ണി ഇന്നസെന്റ് എപ്പോഴും ഫണ്ണിയാണ്. അത് അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, എപ്പോഴും തമാശയാണ്. പക്ഷെ എടുത്തു പറയാൻ പറ്റി ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഇദ്ദേഹം മുമ്പ് പറഞ്ഞതാണ്. ഒരിക്കൽ ഞങ്ങള് ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് നടക്കുന്നു, രഞ്ജിത്തിന്റെ സിനിമയാണ് ചന്ദ്രോത്സവം. ആ സിനിമയില് അപ്പൊ ഞാൻ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ രാവിലെ എല്ലാരും വന്നു കഴിഞ്ഞാൽ വട്ടത്തിൽ അവിടെ ഒരു വലിയൊരു മാവുണ്ട്. ആ മാവിന്റെ താഴെയാണ്
ഇരിക്കും. മോഹൻലാൽ അടക്കം ഇരിക്കും അവിടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം രാവിലെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ ശ്രീരാമേട്ടൻ എന്നോട് ചോദിച്ചു, പിന്നെ സീനത്ത് എവിടെയാ ബാഗ്? ഞാൻ അവിടെ ഒരു അടുക്കളയിലാണ് ബാഗ് വെക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെയാ ബാഗ് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അടുക്കളയിൽ. അപ്പൊ അതിലെന്ത് സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ സ്വർണ്ണം ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പം ചെറിയൊരു കമ്മലുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉണ്ടോ? എന്നാ പോയി നോക്കിക്കോ, ഇവിടെ ഇന്നലെ വന്ന് അവിടെ അടുക്കളയിൽ പിന്നെ വെച്ചിട്ട് അതൊക്കെ സാധനങ്ങൾ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ, പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ആരും പറയുന്നത് കേട്ടില്ലല്ലോ, അതൊക്കെ നടന്നോ, നീ പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ അവിടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലല്ല, അതിന്റെ മുമ്പ് തലേ ദിവസം ഇതുപോലെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഗാന്ധിമതി ബാലൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, പുള്ളിന്റെ മകളുടെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് പുള്ളി വന്നിട്ടുണ്ട് ലൊക്കേഷനിൽ. അപ്പൊ അവിടെ നിന്ന് പുള്ളി കല്യാണമൊക്കെ പറയാം. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, അതിന്റെ മുകളിൽ ചാരി എന്ന് പുള്ളി ഇങ്ങനെ പറയാം. അപ്പൊ എനിക്ക് ലൊക്കേഷനിൽ പോണ സമയത്ത് ഇങ്ങനെ ഈ സാരി ചവിട്ടി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സാരി ചവിട്ടും ഞാൻ എപ്പോഴും. അപ്പൊ അവിടെയൊക്കെ കാടുള്ള സ്ഥലമാണ്. കാടുള്ള സ്ഥലം വെട്ടി നിരപ്പാക്കിയതിന് ശേഷം സെറ്റല്ല, അവിടെ വീടാണ്. ഒറ്റപ്പാലത്തിൽ ഒരു തറവാട് എപ്പോഴും ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന. പക്ഷെ ആ സ്ഥലം ഒന്നും കൂടെ വൃത്തിയാക്കി ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് അങ്ങനെ ചെയ്ത. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പാമ്പ് അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരില്ല. അപ്പൊ ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ, അതിന്റെ ഉള്ളിൽ കൂടെ ഇതങ്ങോട്ട് അകത്തേക്ക് പോലെ എന്റെ കാലിനെ അങ്ങോട്ട് ചുറ്റിയത്. അകത്ത് പോയപ്പോ ഇതിന് പോകാൻ പറ്റുന്നില്ല, ഞാൻ കാല് ചവിട്ടി പിടിച്ചിരിക്കല്ലേ. അതോടുകൂടി എനിക്കിതും കൂടെ വരലും ഇത് ഞാൻ കണ്ടു. എന്റെ അമ്മോ പറഞ്ഞ കാലങ്ങ് കുടഞ്ഞപ്പോ ഇത് വായുവിലങ്ങ് കറങ്ങി പോയിട്ടാണ് വീണു കേട്ടോ. എല്ലാരും കൂടെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി ലാല് വരലും പിന്നെ കളിയാക്കലും, പിന്നെ അവരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിയിരുന്നു അവിടെ നിന്നിട്ട്. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ സംഭവം ചോദിക്കുന്നത് എന്റെ അടുത്ത്. എവിടെ വെച്ച് ചോദിക്കുന്നത്? ഞാൻ പറയുന്നു അടുക്കളയിലാണ് എന്റെ ബാഗ്. നോക്കിക്കോ കള്ളൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ആരും ഒന്നും കേട്ടില്ല, നീ പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം പോയി എന്നിട്ട് മേക്കപ്പ് ചെയ്യാലോ എന്നാലും വിചാരിച്ചിട്ട് ഞാൻ ബാഗും പിടിച്ചു. നീ ഇവിടെ വന്നിട്ട് തുറന്ന് ഞങ്ങളെ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കാരണം എന്താ അവിടുന്ന് പറഞ്ഞാല് നീ ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ആ ബാഗും പിടിച്ചിങ്ങനെ വരിക. ഞാൻ അങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് ബാഗ് ഇങ്ങനെ തുറക്കട്ടെ. അപ്പൊ ഉടനെ പിന്നെ അഗസ്റ്റിയേട്ടൻ അവിടുന്ന് അതിൽ വല്ല പാമ്പുണ്ടോ നോക്കിക്കാറ്. തലേ ദിവസം പാമ്പിനെ കണ്ടതാ, പാമ്പുണ്ടോ നോക്കണേന്ന്. ഇതും കൂടെ തുറക്കല് ഇതിന്റെ മുകളിൽ സാധനം നോക്കുമ്പോ എന്താ അറിയോ, ഇവര് ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം ചുരുട്ടി വെച്ചിരിക്കുക. ഈ തലേ ദിവസം കണ്ട എല്ലാം മറ്റേത് ഒറിജിനൽ പാമ്പ്, ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാ. അങ്ങനെ ചുരുട്ടി വെച്ച അങ്ങനെ കരഞ്ഞത് അങ്ങോട്ട് അകലും. ക്യാമറ കിട്ടാനും ഓടി വന്ന് അതെനിക്ക് ഒരിക്കലും മറക്കില്ല ഞാന്. അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കൊച്ചു കൊച്ചു തമാശകളൊക്കെ നിങ്ങൾക്കൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടാവും. അതല്ലേ ചേച്ചിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടാത്തത് ചിലപ്പോ കിട്ടില്ല. ഒത്തിരി ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളും നമ്മളിത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണം, ഇതിനു വേണ്ടി പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടില്ല. ചുമ്മാ ഇരുന്ന് ചിലപ്പോ പറയുമ്പോ കിട്ടുമായിരിക്കും. അപ്പൊ അത് പറഞ്ഞ നമ്മള് പറയുമ്പോ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഴയ കഥകള്. കാരണം എപ്പോഴും ഇപ്പൊ മുകേഷ് ഏട്ടനൊക്കെ ഇങ്ങനെ പല ഇന്റർവ്യൂസിൽ ഭയങ്കര രസാ. കൊറേ കഥകളൊക്കെ നിങ്ങളുടെ ഇങ്ങനെ നമ്മള് കേൾക്കാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ചിരി വരും. അപ്പം ചേച്ചി ആവുമ്പോ ഒത്തിരി ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചോണ്ട് നമുക്ക് ആ കഥകളൊക്കെ കേൾക്കാൻ, ഞാൻ പറയാലൊന്നുമില്ല, അവരുടെ കൂടെ അങ്ങോട്ട് അതിന്റെ ഒരു ഭാഗമാവാന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സലീമേട്ടൻ ഈ അടുത്ത് നമുക്ക് ഈ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴില്ലേ നമുക്ക് ഒരു ഇന്നസെന്റ് ഏട്ടനായിക്കോട്ടെ സലീം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാലിറ്റി ആണ് അവരെ സിനിമകൾ നമ്മൾ ടിവിയിൽ കാണുമ്പോഴാണെങ്കിലും പല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് പട്ടാളം സിനിമ നമ്മളിപ്പോ ഈ പഴയ സിനിമകൾ യൂട്യൂബിൽ ഇരുന്ന് കാണാനാണ്. ഇന്നസെന്റേട്ടന്റെ മരണം അങ്ങനെ തന്നെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു മരണമായിരുന്നു. സലീം കുമാറിന്റെ കൂടെ പിന്നെ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും നിങ്ങളെ എല്ലാവരുടെയും കൂടെ ഒരു ഈ പറഞ്ഞ പോലെ പഴയ കുറെ ആക്ടേഴ്സിന്റെ കൂടെയും ചേച്ചി എല്ലാവരുടെയും കൂടെ ഒരു സീനെങ്കിലും ഒരു സീൻ, അതാണ് നമ്മൾ ചേച്ചിനോട് തന്നെ ചോദിക്കാൻ കാരണം. കുടുംബ കഥകളാണല്ലോ കൂടുതലും, ഇപ്പൊ അത് കുറഞ്ഞല്ലോ.
വളരെ ഇടയ്ക്ക് മാത്രമേ കുടുംബകഥകൾ വരുന്നുള്ളൂ. ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഭയങ്കര ടഫായിട്ട് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഭയങ്കര ടഫായി തോന്നിയത് ചേച്ചിക്ക് അഭിനയിക്കാൻ ഭയങ്കര ചാലഞ്ച്, ഞാൻ അതിനു വേണ്ടി കുറെ എഫേർട്ട് നാടകത്തിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കത് അങ്ങനെ ഇല്ല. ആദ്യം നാടകം ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല നല്ല റോളുകൾ, പാർവതീപരനെയൊക്കെ നല്ല റോളായിരുന്നു. ഞാൻ ഇപ്പൊ അടുത്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വെറുതെ പട്ടാളം മൂവി കണ്ടപ്പോ എനിക്ക് അതിലെ ക്യാരക്ടർ എങ്ങനെ ഇത്ര ഭയങ്കര ആ ഒരു ഭർത്താവിനെ കൊണ്ട് പൊറുതി പൊട്ടിയ ഒരു ക്യാരക്ടർ ഇല്ലേ, അതൊക്കെ ചേച്ചിയുടെ അത്രയും അതൊരു പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ അതിൽ തന്നെ നമുക്ക് ജഗതി ചേട്ടനോട് ദേഷ്യം തോന്നുക. ചേച്ചിയും മക്കളും അനുഭവിക്കുന്ന ആ സമയത്ത് ഇപ്പൊ മമ്മൂക്ക നിങ്ങൾ ആ ഒരു പട്ടാളം ഷൂട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗതി ഇപ്പൊ ജഗതി ചേട്ടനാണെങ്കിലും സിനിമയിൽ ഇല്ലല്ലോ ഇപ്പം. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളെ, ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് കോമ്പിനേഷൻ അതിലില്ല. ജഗതി ചേട്ടനായിട്ടാണ് മെയിൻ കോമ്പിനേഷൻ ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പട്ടാളം മൂവിയിൽ എന്തെങ്കിലും ഒരു നല്ല ചേച്ചിക്ക് ഷൂട്ടിംഗ് സമയത്ത് ചെയ്ത സീനുകൾ ഏതെങ്കിലും ചേച്ചിക്ക് ഓർമ്മ? അതിലുണ്ട് ഈ പാമ്പിന്റെ സീൻ. അതെ, അത് പാമ്പിനെ പിടിക്കാൻ നിങ്ങളുടെ വീടിന്റെ മുകളിലല്ലേ? അവിടെയുണ്ട് പാമ്പിന്റെ സീൻ. ഓർത്ത് പറയാനൊന്നും എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോഴാണ് തോന്നുള്ളൂ പ്രശ്നം. അങ്ങനെ ഓർത്ത് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം വേണല്ലോ പ്രധാനമായിട്ട്. അങ്ങനത്തെ ഒരു സാധനം അങ്ങനെയാണെങ്കിൽ ഈ മഹാനഗരം സിനിമയില് ഒരു മമ്മൂട്ടിയുടെ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോ ഓർമ്മ വരും. അത് ആ ഇൻസിഡന്റ്. അത് മഹാനഗരം ഞാൻ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോ അതൊരു ബീച്ചിലായിരുന്നു ഷൂട്ടിങ്. അവിടെ തന്നെ മമ്മൂക്കയുടെ വീടായിട്ട് കാണിക്കുന്നത് ശാന്തി കൃഷ്ണയൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ എന്റെ രാവിലെ വന്ന് മേക്കപ്പ് ചെയ്തു. അപ്പൊ മമ്മൂക്ക വന്നിട്ടുണ്ട്. മമ്മൂക്കനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആരാധന, ബഹുമാനാണ്, എല്ലാം ഉണ്ട് ഉള്ളില്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓടിച്ചെന്ന് സംസാരിക്കാൻ എനിക്ക് അന്നും അറിയില്ല. ഇപ്പൊ പിന്നെയും ഒരുപാട് വർഷങ്ങൾ പരിചയമായി. അതുകൊണ്ട് ചെല്ലുകയെന്നല്ലാതെ ഇപ്പോഴും ഒരു പുതിയ ആള് വന്നാലൊന്നും എനിക്ക് പോയിട്ട് സംസാരിച്ച് പരിചയപ്പെടാനൊക്കെ ഭയങ്കര മടിയാ. അപ്പൊ മമ്മൂക്കനെ കണ്ടൊരു സന്തോഷം മനസ്സിലുണ്ട്. ഞാൻ ഇടക്ക് മമ്മൂക്ക നോക്കാത്ത സമയത്തൊക്കെ നോക്കും. അവിടെ നോക്കുകയാണെങ്കിൽ നോക്കില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് നമുക്ക് അടുത്തേക്ക് വരുന്നില്ല, നമുക്ക് ദൂരെ ഇരിക്കുമല്ലോ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മേക്കപ്പ് തുടച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഷൂട്ടിങ് ഞാൻ എന്റെ മേക്കപ്പ് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക. മമ്മൂക്ക അവിടെ നിന്ന് ഇങ്ങനെ നോക്കി. മമ്മൂക്ക പോവുക, കാറിൽ കയറാൻ പോവാ. അടുത്ത് വന്നു. അതുവരെ അങ്ങോട്ട് ചെല്ലാഞ്ഞിട്ടോ എന്താണ് പുള്ളിക്ക് തോന്നിയെന്ന് അറിയില്ല. എന്നെ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് ഐസായി പോയി. ഞാൻ അയ്യോ ചാടി എണീറ്റ്. എനിക്ക് ഞാൻ ഡേഡത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, മമ്മൂക്ക എങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു എന്താന്നറിയില്ല. കാരണം എന്നെ കളിയാക്കിയതാ. രാവിലെ തൊട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങോട്ടൊന്ന് പരിചയപ്പെടുക, ഞാൻ മമ്മൂട്ടി ഇനി അറിഞ്ഞില്ല. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത. അതാണ് മമ്മൂക്ക എന്ന് പറയുമ്പോ ആദ്യം. പിന്നെ എല്ലാ സെറ്റിലും കാണുമ്പോ പോയി മിണ്ടും. പിന്നെ ഇനി അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങള് എനിക്കതാണ് നമ്മളൊക്കെ മമ്മൂക്കാനെ കാണുമ്പോ ഈ സാധനം അയ്യോ പോയി മിണ്ടണ്ടേ, പേടിയാണ്, ടെൻഷനാണ് എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. അപ്പൊ ലാലാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ദൂരെന്ന് കാണുമ്പോ ഒരു തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മമ്മൂക്കയെ കാണുമ്പോഴാണ് ഒരു താരം വരുന്നു എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ നിങ്ങൾക്ക് ഒരു ഫാമിലി എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. മമ്മൂക്ക മനസ്സിലാണ്, കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാണ് മമ്മൂക്കയുടെ ഒരു ഇത്. പിന്നെ ലാല് പുറത്തേക്കാണത് അങ്ങനെ ആ ഒരു ഇത് കാണിക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടെ വന്നിട്ട് ജിതിൻ ചേട്ടനും കൂടെ വന്നിട്ട് നമുക്ക് നമ്മളെ മൈൽ സ്റ്റോണിൽ തന്നെ ഒരു ഇന്റർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു നോമ്പിന്റെ സമയത്ത്. അപ്പൊ നമ്മള് രമ്യ ചേച്ചിയായിട്ട്. അപ്പൊ നമ്മളൊരു ഫാമിലി ആണ്, മൈൽ സ്റ്റോണിന്റെ ഫാമിലി മെമ്പർ കൂടിയാണ് ചേച്ചി. ഇത്ര ഓപ്പൺ ആയിട്ട് ഇത്ര സ്വീറ്റ് ആയിട്ട് എനിക്ക് അന്നത്തെ ചേച്ചീനെ പോലെ തന്നെ ഉണ്ട് നേരിട്ട് കാണാൻ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് സാരിയൊക്കെ എടുത്തിട്ട്. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ വക നമ്മളൊരു ഗിഫ്റ്റ് ചേച്ചിക്ക് തരാണ്. അതെ, ഇത് പ്യോറിറ്റ് എണീക്കണോ? അല്ല, ഞാൻ തരാം. ഇത് പ്യോറിറ്റ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ബ്രാൻഡ് ആണ്. കേരളത്തിലെ നമ്പർ 1 ആയിട്ട് ഇതിന്റെ സെയിലിങ്ങിന് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാർ ടിഷ്യൂ ആണ്. ചേച്ചിക്ക് കാറിൽ വെക്കാം, മക്കൾക്ക് കൊടുക്കാം. ഇവർക്ക് തന്നെ പല ഇതുണ്ട്. ലൈക്ക് നമുക്ക് ഫേഷ്യൽ ടിഷ്യൂ ആയിട്ട് അല്ലാതെ കാറിലല്ലാതെ വീട്ടിൽ വെക്കുന്ന
ഓൺലൈനിൽ നമുക്ക് അവരുടെ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അപ്പൊ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ അതങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് നല്ലതാണെങ്കിൽ എന്തായാലും ഓർഡർ ചെയ്യാം. നല്ലതാണെങ്കിൽ ഓർഡർ ചെയ്യാം. നല്ലതാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ഉപയോഗിച്ച് നോക്കാം. നമ്മളെ ഫാമിലിയുടെ വക ഒരു ഗിഫ്റ്റ് ആണ് ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി.